എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രേയാസ് വേഡിലേക്ക് ഇന്നൊരു പ്രത്യേകതയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു കഴിഞ്ഞ ബർത്ത്ഡേക്ക് സാധാരണ എന്താ പറയുക, അച്ഛനമ്മമാര് പിള്ളേർക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇത് മോള് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അന്ന് അത് എനിക്ക് വീഡിയോ എടുത്ത് അയക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വഴി വെച്ചായിരുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത് മോള് എനിക്ക് വാങ്ങി തന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒരു റിനോൾസിന്റെ അല്ലടാ, ഒരു റിനോൾസിന്റെ ഒരു പേനായും വേറൊരു പേനായും പിന്നെ ഒരു ഫൈവ് സ്റ്റാറിന്റെ ഒരു ചോക്ലേറ്റ് ആയിരുന്നു. 5 സ്റ്റാറിന്റെ ചോക്ലേറ്റ് ആയിരുന്നു അന്ന് വാങ്ങിച്ചത്. അന്നപ്പോ ഞാനെന്തോ തിരക്കിലായതുകൊണ്ട് എനിക്കതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് പറ്റിയില്ല. ആ ഒരു വിഷമത്തിൽ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുന്നത്. അങ്ങനെ അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം എൻ്റെ ബർത്ത്ഡേ, അതായത് ഈ മാർച്ച് മാസം തന്നെ ആണ് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു രഹസ്യം എന്ന് പറയുന്നത്, ഇവര് അമ്മയും മോളും കൂടെ ഒരു പ്ലാൻ ചെയ്ത് ഏതോ കടയിൽ എവിടോ കയറി ഏതോ തുണി എടുത്തു. അതിന് മുന്നേ ഞങ്ങള് രഞ്ജു ആ വ്ളോഗിൽ കാണാം രഞ്ജുവിന് ഡ്രസ്സ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇവര് എടുത്തതാണോ അതോ ഇനി വേറെ ആരെ കൊണ്ട് സെറ്റ് ചെയ്ത് എടുത്തതാണോ, എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ദിവസം ഞാൻ വന്ന് എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ മോള് ഒന്ന് കണ്ണടയ്ക്കുന്നു, കണ്ണടച്ച് കൈ നീട്ടി അങ്ങനെ ആ ഡ്രസ്സ് എനിക്ക് തരികയുണ്ടായിരുന്നു. ആ ഡ്രസ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡ്രസ്സ്. ഇതായിരുന്നു മോള് സെലക്ട് ചെയ്ത് എടുത്ത ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. അല്ല, ബെന്നിനാണ്. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൽ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. നല്ല സോഫ്റ്റാണ് ഇടുമ്പോൾ. അങ്ങനെ എനിക്ക് വളരെ സന്തോഷവും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇതിനെക്കുറിച്ച് മോക്കെന്താണ് മോളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു? ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷം എനിക്കത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഞാനൊരു ചെരുപ്പും കൂടെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അത് അമ്മ എങ്ങനെയോ ഞാൻ ആ സമയത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ അമ്മ പറഞ്ഞു കൊണ്ട് ചെരുപ്പുണ്ടേ എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് കൊടുത്തത്. അപ്പം എനിക്ക് ചെറിയൊരു മനസ്സിലായി. അപ്പം ഞാൻ ഷർട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആ ദിവസം 25-ാം തീയതി ആയിരുന്നു. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ പേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, അന്നാണ് എക്സാം ചെയ്യുന്നത്, അപ്പം നമുക്ക് പോകുമ്പോൾ വാങ്ങുന്നുണ്ട്. അമ്മ പറഞ്ഞു, മോനേടാ അച്ഛൻ്റെ കയ്യിൽ സാധനമുണ്ട്, ഞാനൊരു അങ്കിളിൻ്റെ പൈസ കൊടുത്തുവിട്ടിട്ടുണ്ട്, അങ്കിൾ ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പിന്നെ അമ്മയുടെ ചോദിച്ചു, എം ബിയുടെ കാര്യമാണോ? എൻ്റെ അല്ലല്ലോ. എം ബിയുടെ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ രസത്തിൽ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു എന്തുവാ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി. എന്നിട്ട് അവിടെ ചെന്ന് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്ത് അമ്മ അങ്കിള് വരാത്തെന്ന്. എന്നിട്ട് ഞാനിങ്ങനെ അവിടെ കിടക്കുക. ആ സമയത്ത് സ്വിഗ്ഗിയിൽ നിന്ന് എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. ആ സമയത്ത് അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ്, അപ്പോൾ അതുകൊണ്ട് താഴെ ഇരിക്കുക, വണ്ടിയുടെ താഴെ ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്നപ്പോൾ അമ്മ പറഞ്ഞു അപ്പോൾ എരിവൊക്കെ നോക്കിക്കൊണ്ട് കഴിച്ചോണമെന്ന് അമ്മ ഇങ്ങനെ നൈസിന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോനെ ഇങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞിട്ട് അമ്മ നൈസിനെ വിളിച്ചു. അപ്പോഴേക്കും എന്നും പറഞ്ഞ് ഞാൻ എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പയ്യെ ഇറങ്ങി ചെന്ന് മറ്റേ നമ്മുടെ വണ്ടിയുടെ ഷീറ്റ് ഇങ്ങനെ മാറ്റിയിട്ട് ആ ഡ്രസ്സ് ഇങ്ങോട്ട് എടുത്തു. ഫിയ ഗാർമെൻറ്റ്സിൽ നിന്ന് വാങ്ങി. അപ്പം ഞാൻ അന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു, അച്ഛാ ഫിയ ഗാർമെൻറ്റ്സിൽ എനിക്കൊന്ന് പോകണം, എനിക്കൊരു ഡ്രസ്സ് വാങ്ങണം. അപ്പോൾ പറഞ്ഞു പോവാം അവിടെ എത്താറാകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ശരി. എവിടെയല്ലേ? ഫിയ ഗാർമെൻറ്റ്സിലൊന്നും അല്ല, മറ്റേ ചുരിദാറൊക്കെ ഉള്ളിടത്ത്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ ഭയങ്കര ദേഷ്യം വരുന്നു. അപ്പം ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പിന്നെ തമാശയാന്ന് വെച്ചിട്ട് ഞാൻ കണ്ണടയ്ക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കണ്ണടയ്ക്കെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ കണ്ണടച്ച് അതാ മുമ്പോട്ട് കൈ നീട്ടിയപ്പോൾ ഈ ഡ്രസ്സ് തുറന്നു നോക്കിയിട്ട് പിന്നെ ഇതുവരെയായിട്ട് ഒരു ഉടുതുണി പോലും കഴുകാത്തയാള് അത് മടക്കി വെച്ചു. എന്റെ കണ്ണിൽ അത്ഭുതമായി പോയി. സത്യം പറയാം, ഭയങ്കര പൊന്നുപോലെയാണ് അത് എടുത്തത്. അയ്യോ, എനിക്ക് ഇപ്പൊ കല്യാണത്തിന് പോലും അമ്മേനെ അങ്ങനെ പിടിച്ചോണ്ട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെയാണ് ഈ ഡ്രസ്സ്. അതായത് എൻ്റെ ബർത്ത്ഡേ ദിവസങ്ങൾ ഞാൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. പണ്ട് എന്തോ മോടെ ഇതേ പ്രായത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പായസം വെക്കുക എന്താട്ടൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ അതൊരു
എന്താ പറയുന്നത്, ഓർമ്മയിലില്ലാത്ത സാധാരണ ഒരു ദിവസം പോലെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മോള് വന്നതിന് ശേഷം ഒരു എൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് ഒരു മധുരം കൂടി. ഇപ്പം ചെറുതാണെങ്കിലും ഒരു പേന തന്നാലും ഒരു മിഠായി തന്നെന്ന് പറഞ്ഞാലും അതൊരു ബർത്ത്ഡേക്ക് അത് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നമുക്ക് നമ്മളറിയാതെ തന്നെ തരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊരു വ്ളോഗ് ചെയ്താലോ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഞാനത് വ്ളോഗ് ചെയ്യൽ. എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ് മെയ് 22. അതിനൊരു പണിയുണ്ട് ചിലപ്പോൾ. ചിലപ്പോൾ. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. 30-ാം തീയതി രാത്രി 9:30-ക്ക് മോടെ സ്കിറ്റ് ഫ്ലവേഴ്സ് ടിവിയിലുണ്ട്. അപ്പോൾ രാത്രി 9:30. രാത്രി 9:30-ക്കാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കണ്ട് കമൻറ്റും ഒക്കെ അതിൽ രേഖപ്പെടുത്തിയാൽ മതി. TV കാണുന്നവര് TV ഇടണ്ട, മൊബൈൽ 2 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും വരും. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് കമന്റ് ഇടുക. അതെ, മോള് പറഞ്ഞ യൂട്യൂബിൽ വരുമ്പോഴത്തെ കാര്യം പറഞ്ഞു. യൂട്യൂബിൽ കമൻ്റ് ഒക്കെ ഇടണം. അങ്ങനെ എന്താ പറയുന്നത്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. ബൈ.